പണ്ടൊരിക്കൽ രത്നാകരൻ എന്നു പേരുള്ള ഒരു കാട്ടാളനുണ്ടായിരുന്നു. ആ കാട്ടാളൻ തന്റെ മാർഗ്ഗത്തിൽ കാണുന്ന ആരെയും കൊള്ളയടിക്കുകയും അതിനെ എതിർക്കുന്നവരെ ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് രത്നാകരൻ തന്റെ കുടുംബം പോറ്റിയിരുന്നത്. ഒരിക്കൽ നാരദമുനി ആ വഴി പോയപ്പോൾ രത്നാകരൻ നാരദമുനിയെ കാണാനിടയായി. രത്നാകരൻ നാരദമുനിയെ തടഞ്ഞു നിർത്തി പറഞ്ഞു, കയ്യിൽ ഉള്ള സ്വർണവും രത്നങ്ങളും ആഭരണങ്ങളും എടുക്ക, വേഗം, നിന്റെ കയ്യിൽ വിലപിടിച്ചതായി ഉള്ളത് എന്താണോ അത് എടുക്കുക, എന്നെ പറ്റിക്കാൻ നോക്കിയാൽ നിന്റെ കഥ കഴിഞ്ഞു. നാരദൻ ശാന്തമായി പറഞ്ഞു, എന്റെ കയ്യിൽ സ്വർണമോ രത്നങ്ങളോ ഇല്ല, എന്റെ കയ്യിൽ വിലപ്പെട്ടത് നാരായണനിന്റെ നാമമാത്രമാണ്. നാരായണ നാരായണ. അതുകേട്ട രത്നാകരൻ പരിഹാസത്തോടെ പറഞ്ഞു, എന്നെ പറ്റിക്കാൻ നോക്കണ്ട, ഇങ്ങനെ ഉള്ള ഭക്തന്മാരുടെ കയ്യിൽ ധനം ഉണ്ടാകുമല്ലോ. നാരദൻ മറുപടി നൽകി, ശരിയാണ്, നാരായണ ഭക്തന്മാരുടെ കയ്യിൽ ഒരിക്കലും ധനം കുറയാറില്ല. രത്നാകരൻ ദേഷ്യത്തോടെ പറഞ്ഞു, എന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ, നിങ്ങൾ എന്താണ് ഒളിപ്പിച്ചിരിക്കുന്നത്? നാരദൻ പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു അമൂല്യമായ ആഭരണം മുതൽ തരാം, പക്ഷേ ആദ്യം ഒരു ചോദ്യത്തിന് ഉത്തരം തരണം. രത്നാകരൻ ചോദിച്ചു, പറയൂ, എന്താണ് ചോദ്യം? നാരദൻ പറഞ്ഞു, നീ ഈ കൊള്ളയടിക്കുന്നത് എന്തിനാണ്? രത്നാകരൻ പറഞ്ഞു, എന്റെ കുടുംബത്തെ പോറ്റാൻ, എന്റെ അമ്മ, അച്ഛൻ, മക്കൾ എല്ലാവരുടെയും വിശപ്പടക്കാനാണ്. അപ്പോൾ നാരദൻ പറഞ്ഞു, പക്ഷേ നീ ചെയ്യുന്നത് പാപമാണ്, ജനങ്ങളെ ദ്രോഹിച്ച് അവരുടെ ധനം പിടിച്ചെടുക്കുന്നത്. ഈ പാപത്തിൽ നിന്നെപ്പോലെ നിന്റെ കുടുംബവും പങ്കാളികളാകുമോ? രത്നാകരൻ ഉറപ്പിച്ചു പറഞ്ഞു, അതെ, അവർക്ക് വേണ്ടിയല്ലേ ഞാൻ ഇത് ചെയ്യുന്നത്, അവർ അതിൽ പങ്കാളികളാണ്. നാരദൻ പറഞ്ഞു, എനിക്ക് അതിൽ സംശയമുണ്ട്, നീ വീട്ടിൽ പോയി അവരോട് ചോദിക്കൂ, ഞാൻ ചെയ്യുന്ന ഈ പാപത്തിൽ നിങ്ങൾ പങ്കാളികളാകുമോ എന്ന്. രത്നാകരൻ പറഞ്ഞു, ഞാൻ ചോദിക്കാം, പക്ഷെ നിങ്ങൾ ഇവിടെ നിന്ന് ഓടിപ്പോയാലോ? നാരദമുനി പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ കാണും, നീ പോയി വരൂ. രത്നാകരൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ വിശ്വാസം ഇല്ല, നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ട്. നാരദൻ പറഞ്ഞു, ശരിയെങ്കിൽ നീ എന്നെ ഈ വൃക്ഷത്തിൽ കെട്ടിവയ്ക്കൂ, ഞാൻ ഇവിടെ നിന്നെ കാത്തിരിക്കും. നാരദമുനിയുടെ ആത്മവിശ്വാസം കണ്ട രത്നാകരൻ ഒന്നു ആലോചിച്ചു. ശരി എന്നു പറഞ്ഞ് അവൻ സമീപത്തെ കാട്ടുവള്ളികൾ കൊണ്ടു നാരദമുനിയെ വൃക്ഷത്തിൽ കെട്ടി. ഇനി ഞാൻ പോയി വരാം. അങ്ങനെ പറഞ്ഞ് രത്നാകരൻ തന്റെ കുടിലിലേക്ക് നടന്നു. രത്നാകരൻ